എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് കുടുംബക്ഷേത്രങ്ങളുടെ നൃത്തത്തിനെ കുറിച്ചും അവിടുത്തെ ചൈതന്യങ്ങളെക്കുറിച്ചും ഒരുപാട് പേർക്ക്, ഒരു കുടുംബ തറവാട്ടിൽപ്പെട്ട ആളുകൾക്ക് തന്നെ പലതരത്തിലുള്ള സംശയങ്ങളാണ്. ഈ ദൈവങ്ങൾക്ക് പണ്ടത്തെ ശക്തിയില്ല, പിന്നെ തുള്ളണതൊക്കെ ശരിയാണോ, തുള്ളണത് വിശ്വാസക്കുറവ്, അവർ പറയുന്നതൊക്കെ പലതരത്തിലും ഇംഗ്ലീഷും പലതൊക്കെ, അങ്ങനെ ഉള്ള ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളെക്കുറിച്ചും കുടുംബക്ഷേത്രം നടത്തുന്നവർക്കും അതുപോലെ അത് പരിപാലിച്ചു കൊണ്ട് നടക്കുന്നവർക്കും അതിൻ്റെ കോമരക്കാരായിട്ടുള്ള ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകൾക്കും ഈ അമ്പലത്തിൻ്റെ ചൈതന്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും ഇന്ന് വരെ നടത്തി വരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള തുള്ളല് മുതലായ കാര്യങ്ങളിലുള്ള വിശ്വാസക്കുറവ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പരിപൂർണമായിട്ടും മനസ്സിലാവുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നമാണ് പഴയ കാലത്തുണ്ടായിരുന്ന ശക്തി ഇപ്പില്ല എന്നുള്ളത്. പണ്ടൊക്കെ വിളിപ്പുറത്തുണ്ടായിരുന്നു, ഇപ്പം തീരെ വിളിപ്പുറത്തില്ല എന്നുള്ളൊരു കാര്യം. അതിനെ കുറിച്ചിട്ട് ആദ്യം പറയുന്നത്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആളുകൾ എന്നുവെച്ചാൽ നമ്മുടെ മുത്തശ്ശന്മാരായിട്ട് നടത്തി വരുന്നവരൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വ്രതവും ഭക്തിയും ഉണ്ടായിരുന്നു. ഈ ഭക്തിയും വ്രതവും വിശ്വാസവും ഒക്കെയാണ് ആരാധിക്കുന്ന ദൈവങ്ങളുടെ ശക്തി കൂട്ടുന്നത്. പിന്നെ അവരെ പരിപാലിക്കുന്ന കാര്യങ്ങളിൽ തന്നെ നിവേദ്യങ്ങളൊക്കെ നമ്മൾ അവിലാണെങ്കിലും മലരാണെങ്കിലും സ്വമേധയാൽ തന്നെ ആ ക്ഷേത്ര പരിസരത്ത് കുളിച്ച് ശുദ്ധമായിട്ട് തയ്യാറാക്കിയിട്ടായിരുന്നു നമ്മൾ അന്നൊക്കെ അവർക്ക് വേണ്ടി നിവേദിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇന്നത്തെ കാലത്ത് ഏതോ കാലത്ത് എവിടെയോ വറുത്ത മലരും അതുപോലത്തെ അവിലൊക്കെയാണ്. അതിലൊക്കെ എലിക്കാട്ടവും മറ്റു കാര്യങ്ങളൊക്കെ പറക്കിയിട്ടാണ് നമ്മളൊക്കെ ഇത് നേദിക്കുന്നത് തന്നെ. പക്ഷേ വിശേഷപ്പെട്ട നല്ല രീതിയിലുള്ള ചൈതന്യമുള്ള ക്ഷേത്രങ്ങൾ, ഗുരുവായൂർ അങ്ങനെ മഹാക്ഷേത്രങ്ങളിലൊക്കെ പലരും ഇന്നും അവിടുത്തെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ അവിടെ തയ്യാറാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവണയങ്ങാട് പോലുള്ള സ്ഥലങ്ങൾ, അതുപോലെ നല്ല നല്ല ദേവതകളെ നല്ല രീതിയിൽ പൂർവാചാര പ്രകാരം തന്നെ പരിപാലിക്കുന്നു എന്നുള്ളത് ആ രീതിയിൽ കൊണ്ടു നടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ ചെയ്തു വരുന്നത്. അവരൊന്നും വാങ്ങിച്ചിട്ടുള്ള മലരൊന്നും ഉപയോഗിക്കുന്നില്ല. അതൊക്കെ പുറമക്കാർക്ക് വേണമെങ്കിൽ നിവേദ്യത്തിനോ അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവിടുത്തെ ദേവന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി അവർ സ്വന്തമായിട്ട് സ്വമേധയെ തയ്യാറാക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് തന്നെ ഒന്നാമത്തെ ഒരു പോരായികയാണ്. കാരണം വെച്ചാൽ നമ്മളൊരു ദേവന് വേണ്ടി മനസ്സിരുത്തി ആ ഒരു കാര്യങ്ങൾ ഭക്തിയോടുകൂടി തയ്യാറാക്കി കൊടുക്കുമ്പോൾ തന്നെയാണ് ആ ദേവന്റെ അനുഗ്രഹം ആ കുലത്തിനും ആ കുടുംബത്തിനും പരിപൂർണമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പോരായ്മ തന്നെ നമുക്ക് വളരെയധികം പിന്നാക്കാണ്. അതെന്ന് വെച്ചാൽ ചൈതന്യം കുറയാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റൊരു സംശയം ആളുകൾക്ക് ഈ തുള്ളലിനെ കുറിച്ചാണ്. ഈ തുള്ളലും ഇതുപോലെ തന്നെയാണ്. പഴയ കാലത്ത് അവിടുത്തെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ കോമരങ്ങളൊക്കെ 41 ദിവസം അല്ലെങ്കിൽ ഒരു മണ്ഡലകാലങ്ങളൊക്കെ ദേവന്റെ മന്ത്രങ്ങൾ ജപിച്ചും അത് അവരെ പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എടുത്തിട്ട് ആണിത് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ദേവനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസവും ഭക്തിയും നാമജപവും വിളക്കുവെപ്പും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ദേവിയിൽ നിന്നുള്ള നൃത്തകലയുടെ അല്ലെങ്കിൽ ഏത് ദേവന് വേണ്ടിയിട്ടാണോ നമ്മൾ കോമരക്കാരായിട്ടുള്ളത് എങ്കിൽ ആ ദേവന്റെ നൃത്തകലയുടെ 16ൽ ഒരംശം ആ കോമരക്കാരനിലേക്ക് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ മന്ത്രജപവും പൂജകളും ഭക്തിയോടുകൂടി നമ്മൾ ധ്യാനവും ഒക്കെ ആയിട്ടാണ് അവരന്ന് ആ ഒരു വ്രതകാലങ്ങളിൽ ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ അന്ധകരണ സിദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുണ്ടലിനി ശക്തിയിൽ നിന്നും ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. ഈ അന്ധകരണ സിദ്ധി എന്നാണ് അതിന് പറയുക. എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെയും വരാൻ പോകുന്ന കാര്യങ്ങളെയും പറയാനുള്ള കഴിവ് സ്വമേധയാൽ ആ കോമരക്കാരനിൽ തന്നെ ആ സിദ്ധി ഉണർന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഒരു സംഭവം നടക്കുന്ന സമയത്ത് യഥേഷ്ടം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള കഴിവ് ആ ദേവതകളിലൂടെ ആ കോമരക്കാരനിൽ ഉണ്ടാകുന്നത്.
ഇപ്പോൾ അങ്ങനെ ഒരു അന്ധകരണ സിദ്ധി ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാവുമ്പോൾ അത് ആ വ്യക്തി ഏതെങ്കിലും ഒരു ദേവന്റെ മന്ത്രത്തിനോ അല്ലെങ്കിൽ ആ ഭക്തിയിലോ അല്ല ചൈതന്യത്തിൻ്റെയോ ഉടമയായിരിക്കും. കാരണം ചില അങ്ങനെ ആക്കിയിട്ടുണ്ടായിരിക്കും ഭക്തിപൂർവ്വം തന്നെ. അമരക്കാരനോ സ്വാമിയോ സന്യാസിയോ ആരോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പറയാനുള്ള കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. എങ്ങനെ ഈ ജപവും ധ്യാനവും മന്ത്രസിദ്ധിയും ഒക്കെ ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവുമ്പോൾ അവരിൽ തന്നെ ഉണ്ടാകുന്നതാണ് കുണ്ടലിനി ശക്തി. ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ധകരണ സിദ്ധി എന്ന് പറയുന്ന അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ചൈതന്യം നമ്മളെ കയ്യിലുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഒരു വ്യക്തി നമ്മളോട് വന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് വേണ്ടതായിട്ടുള്ള പ്രതിവിധികളും പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവുന്നതും ആ കഴിവ് പറഞ്ഞു കൊടുക്കുന്നത് ഫലമായിട്ട് വരുന്നതും ഈ ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പഴയ കാലത്തെ കോമരക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരു ദേവി ഭക്തനാണെങ്കിൽ ആ ദേവിയുടെ മന്ത്രങ്ങളും അതുപോലെ തന്നെ അമ്മേ അമ്മേ ദേവിയെ 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 എന്നുള്ള കിട്ടുന്ന പോലെ തരത്തിലുള്ള ഭക്തിയും ആ ദേവിയെ കണ്ണടച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ രണ്ട് പുരികത്തിൻ്റെ നടുക്കിൽ ദേവീ രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുകയാണ് അവർ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഈ ദേവിയുടെ നൃത്തകലയുടെ അംശം നമ്മളിലേക്ക് ഉണ്ടാവുക. ഈ നൃത്തകല എന്ന് പറയുന്നത് കോമരത്തിന്റെ സമയത്ത് മാത്രമാണ്, ബാക്കി അല്ലാത്ത എല്ലാ നേരത്തും ദേവിയുടെ ഈ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ആളുകൾക്കൊക്കെ എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വെളിച്ചപ്പാടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഊതിച്ചു, വെളിച്ചപ്പാട് അരിമ്പൂ എറിഞ്ഞപ്പോൾ പോയി എന്ന് ദോഷങ്ങൾ മാറി എന്ന് പറയുന്നത് ഈ ദേവതയുടെ ചൈതന്യത്തിൻ്റെയും അനുഗ്രഹം ഇയാളിൽ എന്നും കുടികൊള്ളുന്നത് കൊണ്ടാണ്, നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ കോമരങ്ങൾക്കാണെച്ചെങ്കിൽ ഈ പവർ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ തറവാട്ടിലുള്ള ഒരു പ്രശ്നം, ഈ കുടുംബക്ഷേത്രം നടത്തുന്ന ആളുകളുടെ പ്രശ്നം. കാരണം ഇവരാരും ഇതുപോലെ വ്രതമെടുക്കാൻ തയ്യാറല്ല. പിന്നെ ഈ കുടുംബക്ഷേത്രം നടത്തുന്നതും പോലും ഒരു വേണോ വേണ്ടേച്ചിട്ട് ചെയ്തു പോകുന്ന പോലെയാണ് പലരും. നമ്മൾ ഒരു വ്യക്തി കോമരക്കാരനായി കഴിഞ്ഞാൽ വെച്ചാൽ പഴയ കാലത്തെ ആ സിദ്ധിയും അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മൺമറിഞ്ഞു അല്ലെങ്കിൽ മരിച്ചു പോയതിന് ശേഷം പുതുതലമുറയിലേക്ക് ഈ നൃത്തം ഈ കോമരക്കാരനിലെ അതിൻ്റെ ആ ചൈതന്യം വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ദേവിയുടെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുമായിട്ട് കണ്ടതിന് ശേഷം ആ ദേവതയുടെ മൂലമന്ത്രം നമ്മൾ ജപിക്കേണ്ടതുണ്ട്. ഈ മൂലമന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഇപ്പോഴത്തെ ഉത്സവമോ പൂരോ വേലയോ എന്തുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഷ്ഠാദിനോ എന്താ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരാഴ്ച മുന്നേ കുളിക്കും, ഭയങ്കര കുറിയൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോയി തൊഴും, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആയാൽ പറ്റില്ല വെച്ചാൽ ഇതുകൊണ്ടൊന്നും നമുക്ക് അനുഗ്രഹം കിട്ടാൻ പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു മണ്ഡല കാലം നമ്മൾ എന്താണ് ദേവിയുടെ വ്രതം എടുത്തിട്ട് അല്ലെങ്കിൽ ദേവന്റെ വ്രതം എടുത്തിട്ട് ഏത് ദേവനാണോ നമ്മൾ തുള്ളാനോ കോമരമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കോമരക്കാരൻ ദേവതയുടെ മൂലമന്ത്രം തന്ത്രി മുഖേന ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അത് ദിവസം നമ്മൾ എന്താണ് ആ മന്ത്രം ജപിക്കേണ്ടതുണ്ട്. അത് എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു മണ്ഡലകാലം നിർബന്ധമായിട്ടും വ്രതമെടുത്ത് ചെയ്യണം. പിന്നീട് അത് ദിവസം നമ്മൾ കുളിച്ച് പ്രാർത്ഥിക്കുന്നത് ദിവസം ഈ മന്ത്രം 108 തവണയെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് ജപിക്കുകയും വേണം. എന്നിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ചൈതന്യം നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ. ഈ ദേവതയെ ജപിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണടച്ചിട്ട് ഈ പുരികത്തിൻ്റെ നടുക്കിൽ വിഷ്ണുമായാണോ കരിങ്കുട്ടിയാണോ ഏത് ദേവനോ ആണെങ്കിൽ ആ ദേവതയുടെ ആ മന്ത്രത്തെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ധ്യാനിച്ച് വേണം ജപിക്കാൻ. അങ്ങനെ ജപിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ദേവനുമായിട്ടുള്ള ബന്ധം നമ്മളിൽ നിലനിൽക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് തുള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നൃത്തത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കോമരമായിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ അവിടുത്തെ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് ഓരോ കോമരക്കാരും നമ്മളിത് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഉണ്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? തുള്ളിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തുള്ളി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്തരായിട്ടുള്ള ആളുകളോ നമ്മുടെ കുടുംബക്ഷേത്രം നടത്തുന്ന തറവാട്ടുകാരൊക്കെ നമ്മളോട് പല കാര്യങ്ങളും വന്ന് ചോദിക്കും. അപ്പം നമുക്ക് കൽപ്പന പറയാനുള്ള ആ ഒരു നേരം വരുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? ചോദിച്ചതിന് മറുപടി അപ്പം തന്നെ പറയും. അതാണ് ഈ പിഴവ് പറ്റുന്നത്. ആളുകൾ ഈ കോമരക്കാരായിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഒരാൾ പാദസരം കാണാനില്ല,
മകൻ ഗൾഫിൽ പോകണം സ്വാമി, അല്ലെങ്കിൽ ഭഗവാനെ, അല്ലെങ്കിൽ സ്വാമി ഈ എൻ്റെ കാര്യങ്ങൾ നടക്കണില്ല, അല്ലെങ്കിൽ കച്ചവടമല്ല, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളോട് ഒന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരോട് ഇതിന് ഉത്തരം കൊടുക്കേണ്ട നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ കോമരക്കാരുടെ ഭാഗത്ത് വരുന്ന പിഴവ്. അത് പല സമയത്തും നമുക്ക് നോർമലായിട്ട് വരും. കാരണം അബോധാവസ്ഥ സമയമുണ്ട്, ബാക്കി നോർമലായ നേരമുണ്ട്. ഈ നോർമലായിട്ടുള്ള നേരത്തായിരിക്കും പല ആളുകളും നമ്മളോട് പല പല കാര്യങ്ങളും ഒന്ന് ചോദിക്കുക. ആ സമയത്ത് നമ്മൾ പറയുന്നതാണ് നമുക്ക് പിഴവ് പറ്റുക. അപ്പോൾ അതാണ് നമ്മുടെ പ്രശ്നം. കാരണം എന്ത് പറയണം എന്നുള്ളത് നമ്മൾ കുടുങ്ങിയ പോലെയാവും. കാരണം വെച്ചാൽ എന്താവുമ്പോൾ ഞാൻ ഇവരോട് ഉത്തരം പറയുക എന്നുള്ളത്. ആ ഒരു നേരമാണ് ഈ കോമരക്കാരെ ചിറ്റിക്കുന്ന നേരം. അതിന് എന്ത് വേണം എന്നുള്ളതാണ് ഈ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ തുള്ളിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു വ്യക്തി വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്വമേധയാൽ തന്നെ ഒന്നും പറയാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഏത് ദേവനാണോ തുള്ളുന്നത്, കോമരമായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കോമരം ആ ദേവന്റെ തിരുനടയിൽ ചെന്ന് നിന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുള്ളണം വെച്ചാൽ ഭഗവാനെ അല്ലെങ്കിൽ ദേവി, ഞാൻ ഇന്ന ആളോട് അയാൾ ഇന്ന കാര്യം ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടത് എന്ന് നല്ലപോലെ മനസ്സിരുത്തി ആ തിരുനടയിൽ പോയിട്ട് നമുക്ക് എന്ത് വേണം എന്നൊക്കെ ആക്കൂലേ, ആ തുള്ളക്കാരുടേതായ ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ ദേവിയുടെ അങ്ങനെയൊക്കെ നമ്മൾ പലതാക്കും. അങ്ങനെ ആ ഏത് കോമരാണ് വെച്ചെങ്കിൽ ആ ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ദേവിയോട് ചോദിക്കണം, അല്ലെങ്കിൽ ദേവനോട് ചോദിക്കണം, ഭഗവാനെ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇവർക്ക് ഉത്തരം കൊടുക്കേണ്ടത്. മനസ്സവിടെയാണ്, പക്ഷെ പ്രവൃത്തി ഇങ്ങനെയും ഈ തുള്ളി കൊണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുക. അപ്പം ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മനസ്സ് നമ്മളെവിടെയാണ് ഈ ദേവനിലേക്ക് പോകണം. എന്നിട്ട് ഭഗവാനെ ഞാൻ എന്താണ് ഉത്തരം കൊടുക്കേണ്ടത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഈ തുള്ളിക്കൊണ്ടിരിക്കുന്ന ആൾ നടക്കാൻ പോയിട്ട് തൊഴുതിട്ട് ഭഗവാനെ ഞാൻ ഇയാളോട് എന്താ പറയാന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. ചെയ്യുന്നത് നമ്മൾ തുള്ളിക്കൊണ്ടിരിക്കുന്ന അതേ അഭിനയത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സ് ആ ദേവനിൽ അർപ്പിച്ച് ഭഗവാനെ ഞാൻ ഇതിന് എന്ത് ഉത്തരം കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിക്കുന്ന കാര്യം, അപ്പോൾ അത് നടക്കുമെന്നോ നടക്കില്ല എന്നോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഇവരെടുത്ത് വന്നിട്ട് നമ്മളെന്ത് ആ നൃത്ത രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം ഇതിന് കൽപ്പന അല്ലെങ്കിൽ ഉത്തരം പറയാൻ. നമ്മൾ കേരളത്തിൽ പല ഭാഷകൾ പല രീതിയിലായതുകൊണ്ട് പലയിടത്തും പല ഭാഷ ആയതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കൽപ്പന എന്ന് പറയാന്ന് പറയും, ചിലർ ഉത്തരം പറയാന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് അനുഗ്രഹം കൊടുക്കുക എന്ന് പറയും. അങ്ങനെ പലയിടത്തും പല രീതിയാണ്. അപ്പോൾ ഈ അനുഗ്രഹം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണോ തോന്നിയിട്ടുള്ളത് എങ്കിൽ അത് ഇവിടെ നല്ലതുപോലെ ചിന്തിച്ച് അത് അക്ഷരവടിവോടുകൂടി പറയാനുള്ള വാക്ക് നമ്മൾ മനസ്സിൽ നിന്നും എടുക്കണം. കാരണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ചെന്നിട്ട് വേണ്ട എന്നാണ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ശൈലിയാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, തലയെ കുഴിഞ്ഞിട്ടും എന്നൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ആ ദേവിയുടെ അതുകൊണ്ട് എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആക്കിക്കൊണ്ട് ഞാൻ ആ കാര്യാദികൾ വേണ്ട വിധാനത്തിൽ നടക്കാനുള്ള ആ തടസ്സമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്രകാരം വേണ്ട തരത്തിൽ നടക്കാനുള്ള അല്ലെങ്കിൽ സാധിക്കാനുള്ള മാർഗങ്ങളും വഴികളും ഞാനും എൻ്റെ നാലാം വേടത്തെ എല്ലാവരും കൂടി തന്നെ ഞാൻ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് നിവർത്തിച്ചോളാം എന്ന് പറയണം. അവിടെയാണ് ഇത് കിടക്കുന്നത്. ഈ ഭക്തന് ഇത് വിശ്വാസമാവുന്ന തരത്തിൽ വേണത് പറയാൻ. ഇതെങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളതാണ് ഈ കോമരക്കാര് നോർമലായിട്ടുള്ള സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം. ഇത് ആണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്. ഇത് ആരും പറഞ്ഞു തരൂല. കാരണം വെച്ചാൽ അതൊക്കെ ആയിക്കോളും എന്ന് പറയും. എങ്ങനെയും ആവൂല. ഇത് നിങ്ങളാരും കുടുംബക്ഷേത്രത്തിലെ കോമരക്കാരും കൂലിക്ക് തുള്ളാൻ വേണ്ടി കാശ് കൊടുത്ത് പഠിച്ച് ട്രെയിനിങ്ങിന് പോയവരല്ല. അപ്പോൾ ദേവന അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നില്ലെങ്കിൽ, ഞാനിത് പറഞ്ഞു തന്നില്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഇതും വെച്ചിട്ട് നടന്നിട്ട് ഇത് കിടക്കാവും. കാരണം അപ്പോൾ ഈ പിഴവുകൾ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഇത് കൊണ്ട് നടക്കണമെങ്കിൽ ഈ ദൈവികപരമായിട്ടുള്ള ആ നല്ലൊരു അനുഗ്രഹ കാര്യങ്ങളും ഗുണങ്ങളും കിട്ടാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും വരുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു പിഴവ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കാതെ ക്ഷേത്രം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇതിന് പാര്യം വെക്കും. നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരനെ വെക്കും.
അപ്പോൾ ഈ തുള്ളിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്കങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ദേവിയുടെ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ദേവന്റെ തിരുനടയിൽ പോയി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നൃത്ത രൂപത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന അതേ രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആ ദേവന്റെ നടയിൽ പോയിക്കൊണ്ട് ദേവനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്താണ് ഇവരോട് പറയേണ്ടത് എന്ന്, അല്ലെങ്കിൽ നമ്മളവിടെ പോയി സമ്മതം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ഉത്തരം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കൽപ്പന കൊടുക്കേണ്ടത്. അത് പ്രസന്റ് ചെയ്യണ രൂപം ഇങ്ങനെയായിരിക്കണം. നമ്മൾ ഓടിച്ചെന്ന് പറയാനും പാടില്ല. ഈ പറയുന്നതാണ് വെച്ചെങ്കിൽ ഇല്ലാന്നോ അല്ലെങ്കിൽ വേണം നടക്കുമെന്നോ നടക്കില്ല എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ അവരിലേക്ക് പറയുന്ന രീതി എങ്ങനെ പറയണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് വേണം പറയാൻ. അതാണ് ഈ കോമരക്കാരൊക്കെ ഉത്തരം പറയുമ്പോൾ ഓൾറെഡി ചെന്നുടനെ നമ്മൾ സംസാരിക്കുന്ന പോലെയൊന്നും അവർ മറുപടി പറയില്ല. കാരണം ആ വാക്കുകൾ എടുത്തിട്ട് വേണത് പറയാൻ. അപ്പോൾ ഞാനും എൻ്റെ ഉടപ്പിറന്നോളും അല്ല എൻ്റെ പരിവാരങ്ങളും കൂടി വേണ്ട വിധാനം കാര്യങ്ങളൊക്കെ ഒരു തരത്തിലും തടസ്സമില്ലാതെ കണ്ട് ഞങ്ങൾ നിവൃത്തിയാക്കി തന്നാൽ പോരെ, അല്ലെങ്കിൽ നടക്കാനുള്ള തടസ്സമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ വേണ്ട വിധാനം ഞങ്ങൾ നിവൃത്തിയാക്കി തന്നോളാം. അങ്ങനെ നിങ്ങളുടെ രാജ്യത്തിനും സ്ഥലത്തിനും സംസ്ഥാനത്തിനും അനുസരിച്ചിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് എന്തുണ്ടെങ്കിൽ അതിനനുസരിച്ച രൂപത്തിലാണ് പറയാം. ഇപ്പോൾ ഞാൻ പല സ്ഥലത്തും പൂജയ്ക്ക് പോയിട്ട് പൊന്നാനിയിൽ പോയിട്ട് അവിടെ ദേവിക്ക് തുള്ളിയിട്ട് പറഞ്ഞുള്ളത് മുക്കെണ്ണം കൊടുന്ന് മുട്ടടിച്ചാളി ദോഷങ്ങളൊക്കെ മാറിക്കോളും എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ലാംഗ്വേജ് ഏതാണ്? പക്ഷെ അവിടുത്തെ കോമരക്കാരെ അങ്ങനെ സംസാരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിനനുസരിച്ച് തന്നെയാണ് ഇതൊക്കെ പറയുക. പക്ഷെ എങ്കിലും ഇത് ഒന്ന് ചിട്ടവട്ടം നമ്മൾ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയെടുക്കും കൂടി വേണം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ കുടുംബക്കാരിൽ പലർക്കും നമ്മുടെ ഒരു ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറേ ആളുകളൊക്കെ വരും, കുറേ ആൾക്കാർക്ക് വിശ്വാസമല്ല, കുറേ ആൾക്കാരൊക്കെ അകന്ന് നിൽക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അവർക്ക് വിശ്വാസവും ഇല്ലാത്തവരൊക്കെ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇതാക്കാനൊന്നുമില്ല, ഇവിടെയൊക്കെ തരികടയാണ്, ഇവിടെ തുള്ളൽ ചോവില്ല, അങ്ങനെ പല കുറ്റവും പറഞ്ഞിട്ട് അവർ മാറി നിന്നിട്ട് ഒന്നിനും വരാണ്ട് കളിയേക്കുന്ന ഒരു തറവാട്ടിൽപ്പെട്ട പല ആളുകളും ഉണ്ടായിരിക്കും. അത് കോമരക്കാരിൽ ഭയങ്കര വിഷമം ഉണ്ടാവും, കാരണം കളിയൊക്കെയില്ലേ എന്നൊക്കെ. പക്ഷെ ഇതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ നൃത്തരൂപം ഒരു ദേവന്റെയോ ദേവിയുടെയോ അല്ലെങ്കിൽ ഗുരുക്കുവിൻ്റെയോ അല്ലെങ്കിൽ മുത്തപ്പൻ്റെയോ ഒക്കെ വേഷത്തിൽ നിന്നുകൊണ്ട് നമ്മളറിയാതെ നമ്മളിൽ വരുന്ന തെറ്റുകളെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുന്ന വ്യക്തികൾ അത് അവർ തന്നെ അനുഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ഒരു തരത്തിലും കയ്യിൽ നിന്നിട്ടിട്ട് വ്യക്തി വൈരാഗ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വൈരാഗ്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ നൃത്തരൂപത്തിൽ നിന്നുകൊണ്ട് പകരം വീട്ടരുത്. കാരണം അവനൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തുള്ളിയിരിക്കുന്ന നേരത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ചിറ്റിക്കാനോ ഒന്നും പാടില്ല. ഒക്കെ ദേവന്റെ ഹിതമനുസരിച്ച് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളൊന്നും നമ്മൾ പേടിക്കണ്ട. നിങ്ങൾ തുള്ളിയത് ശരിയായിട്ടില്ല, അത് ഇങ്ങനെയൊന്നല്ല തുള്ളുക, ഇങ്ങനെയൊന്നല്ല കൽപ്പന പറയുക, ഇതൊക്കെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവൻ നമ്മളെ മേല് കയറും ചെയ്തു, നമ്മൾ തുള്ളുകയും ചെയ്തു. ഇത് ഇറങ്ങിയും കയറിയും കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന പാകപ്പിഴവുകളൊന്നും മറ്റുള്ള ആളുകൾ കളിയാക്കിയിട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഭഗവാനോട് തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കലോ ഇൻസൾട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കളിയാക്കുന്നവനാണ് ഇതിൻ്റെ ഏറ്റവും മാരകമായ ആപത്ത് വരാതിരിക്കുന്നത്. അയാൾക്ക് താൽക്കാലികമായിട്ട് നല്ല സമയമായതുകൊണ്ട് കുറച്ച് സാമ്പത്തിക ശേഷിയോ മറ്റു കാര്യങ്ങളോ മക്കളൊക്കെ വിദേശത്തൊക്കെ പോയി 10 രൂപ വന്നതിൻ്റെ പിന്നിൽ ചിലപ്പോൾ കുടുംബമില്ല, കുടുംബക്ഷേത്രമില്ല, തുള്ളലുമില്ല, വേലയില്ല, പൂരമില്ലാണ്ട് നടക്കുമ്പോൾ ഇത് അയാൾക്ക് 8ന്റെ പണി കിട്ടിയിട്ട് തിരിച്ച് ഈ തിരുനടയിൽ മുട്ടും കുത്തി വീഴും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ കുടുംബക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ക്ഷേത്രത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കതൊരു താൽക്കാലിക നേട്ടമുള്ള സമയത്താണ് അവർ മാറി നിൽക്കുന്നത്. പരിഹസിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട. ഒരു തറവാട്ടിൽ തന്നെ പല ആളുകൾക്കും ദോഷമായിട്ടിരിക്കുക, ധർമ്മദേവതകളുടെ ദോഷം കൊണ്ട് പല ആളുകൾക്കും ദോഷങ്ങളായിട്ടിരിക്കുക, എന്നാൽ പല ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളത് അന്ധവിശ്വാസം എന്നിട്ട് കുറേ ആൾക്കാർ വരാതിരിക്കും. പക്ഷെ അപ്പോഴും പേടിക്കണ്ട. കാരണം വെച്ചാൽ അവർക്ക് വരാത്തത് അവർ നല്ല നേരമായതുകൊണ്ടാണ്. അവരുടെ കാലം തിരിയുന്ന സമയത്ത് ഇതൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളത് മാറും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു എന്താ പറയുക, ഒരു അങ്ങോട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലാണ് ഞാൻ പറയുന്നത്, ക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, തുള്ളിക്കൊണ്ടിരിക്കുന്നവർ, കോമരക്കാരായിട്ടുള്ള ആളുകളൊക്കെ പരിഹാസത്തിനോ പുച്ഛത്തിനോ അല്ലെങ്കിൽ വിശ്വാസക്കുറവിൻ്റെ ആളുകളുടെ ഡയലോഗിൻ്റെ മുകളിലൊന്നും ആരും മനസ്സുകൊണ്ട് വിഷമിക്കുകയോ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യരുത്. കാരണം പറയുന്നവരൊക്കെ പറയട്ടെ, അത് ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള ഇതിൽ അവിടെ അടിയുറച്ചിരിക്കുക. ഇതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. കാരണം വെച്ചാൽ ഒരുപാട് പേർക്ക് ഇത് വിശ്വാസമുള്ളവരുടെ കാര്യങ്ങളൊക്കെ അവരൊക്കെ തന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാണ്ട് വരും. അപ്പം നിങ്ങൾ എന്ത് വേണം എന്ന് വെച്ചാൽ ധർമ്മദേവതകളുടെ രീതികളിലേക്ക് മാസപൂജ നടക്കുന്ന ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവിടുത്തെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ദിവസങ്ങൾ ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾ ധർമ്മദേവതകളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും കാര്യങ്ങളും നിങ്ങളുടെ കുടുംബക്കാരെല്ലാവരും ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ശമനം ഉണ്ടാവുള്ളൂ. ധർമ്മദേവതകളുടെ അടുത്ത് പോവാതെയും അവരെ പരിപാലിക്കാതെയും അവരെ നോക്കാതെയും ഇരുന്നു കൊണ്ട് വലിയ വലിയ മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് സ്വർണത്തിൻ്റെ തുലാഭാരം നടത്തിയിട്ട് കാര്യമില്ല. ഒരു തരത്തിലും അത് അനുഗ്രഹമായി വരില്ല. നമ്മൾ പരിപാലിക്കേണ്ടതും നോക്കേണ്ടതുമായിട്ടുള്ള ദേവത എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ദേവത തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. ദേശത്തെ അമ്പലം എന്ന് പറയുന്നത്, ദേശത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ദേശക്കാർ മൊത്തമായിട്ട് നോക്കി നടത്തേണ്ടതാണ്. അതിൽ ഒരു പങ്കാളി നമ്മൾ ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കുടുംബക്ഷേത്രം നടത്തുന്നതിൽ നമ്മൾ അതിലൊരു പങ്കാളി ആയില്ലെങ്കിൽ അതിൻ്റെ ദുരിതം ദോഷങ്ങളൊക്കെ എന്തുതന്നെയായാലും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വലിയ വലിയ വഴിപാടുകൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം നിങ്ങളുടെ കുടുംബദേവത പ്രസാദിച്ചെങ്കിലോ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യം അഭിവൃദ്ധിയും നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ എന്നുള്ളതും കൂടി എടുത്തു പറയാണ്. നിങ്ങളത് പ്രത്യേക ഒരു കോമരക്കാരനായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ദേവന്റെ ചൈതന്യം നമ്മളിലേക്ക് ഉണ്ടാവാൻ മാത്രം ആ ദേവൻ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിലേക്ക് ഈ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. ആ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിതിന് കോമരക്കാരനായത്. ആ കോമരക്കാരനായതുകൊണ്ടാണ് നമുക്ക് എന്താണ് ആ ദേവനെ ബഹുമാനിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മന്ത്രം ചൊല്ലിക്കൊണ്ടും നമ്മൾ ജീവിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ചില അമ്പലങ്ങളിൽ കാണാം ഒരാളിൽ തന്നെ പല പല ദേവതകളുടെ സാന്നിധ്യം കയറി വരുന്നത്. ഇപ്പൊ ദേവിക്ക് തുള്ളിയാള് വാളക്കട കൊണ്ടയ്ക്കും, മുത്തപ്പന്റെ ചൂരിലെടുത്ത് തുള്ളും. അത് കഴിഞ്ഞാൽ കാണാം അതവിടെ കൊണ്ടയ്ക്കും, വേറെ ആളത് എടുത്തിട്ട് തുള്ളും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന ആ ക്ഷേത്രത്തിൽ ആ ദേവനിലേക്ക് ചില ആളുകൾക്ക് അത് ഭയങ്കര വിശ്വാസക്കുറവുണ്ട്. കാരണം പലതും എടുത്ത് തുള്ളണ്, കാരണം ഏതാണ് ഇത് ശരിയാണോ എന്നൊക്കെ. ഇത് 2-3 തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത് ഗുളികന്റെ ദോഷം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അലങ്കോലമാവുന്ന ഒരു പ്രശ്നം കൊണ്ട് വരും. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദേവചൈതന്യത്തിന്റെ സാന്നിധ്യം മറ്റൊരാളിലേക്ക് പ്രവഹിക്കാൻ പറ്റുന്ന വ്രതത്തിലോ വിശ്വാസമുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കും. നമ്മൾക്കതിനെ ചിലർക്ക് തുള്ളാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ വ്രതങ്ങളൊന്നും എടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരാളിൽ തന്നെ പല പല ദേവതകളുടെ സാന്നിധ്യം കയറിയും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കരുതി കൂട്ടിയിട്ട് ഒരാൾ ദേവിക്ക് തുള്ളിയേരുന്നൊരു വ്യക്തി നമ്മൾ വീണ്ടും കരുതി കൂട്ടിയിട്ട് ഒരു ദേവന് തുള്ളാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ യഥേഷ്ടം വേണ്ടതായിട്ടുള്ള സാന്നിധ്യത്തോടു കൂടി വേറൊരാളും കൂടി തുള്ളി വന്നാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഒരാൾക്ക് 2 ആൾ തുള്ളി, ഇതിലേതാ ഒറിജിനൽ എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയൊന്നും ആരും കയ്യിൽ നിന്നിട്ട് മനഃപൂർവ്വം ചെയ്യില്ല. പക്ഷേ അത് ഇതിൻ്റെയൊക്കെ പിന്നിലാണ് ഇത് വരുന്നത്. എന്നിരുന്നാലും നിങ്ങൾ കുടുംബക്ഷേത്രം നടത്തുന്ന ആളുകൾ അതെന്തുകൊണ്ടാണ് എന്ന് നല്ല രീതിയിൽ ദേവതകളോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദേവനായിട്ടിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ദേവത ആരാണ് കോമരമായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് എല്ലാ കോമരങ്ങളും എല്ലാ ദേവതകളും ഒരു കോമരത്തിൽ തന്നെ ആടി വരുന്നത്, അതുപോലെ എന്താണ് ഇവിടെ തറവാട്ടിൽ ആളുകൾ ഉണ്ടായിട്ട് മറ്റാരുടെ മേലും അല്ലെങ്കിൽ ദേഹത്തും വരാത്തത് എന്നുള്ളത് ഭഗവതിയോട് തന്നെ അല്ലെങ്കിൽ കോമരക്കാരനോട് തന്നെ ആ ദേവതയോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടതായിട്ടുള്ള പ്രതിവിധി മറ്റുള്ള ആളുകളൊക്കെ അടുത്ത പ്രതിഷ്ഠാദിനത്തിനോ അല്ല ഉത്സവത്തിനോട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഇതിനെ വ്രതമെടുത്ത് എല്ലാവരും നൃത്തത്തിന് ദേവചൈതന്യം നമ്മളിലേക്ക്
ലയിക്കാനുള്ള പാകപ്പെട്ട രീതിയിലുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ജപിച്ച് അതിനെ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പോംവഴി. അതല്ലാതെ നമ്മൾ ഇതിന് കുറ്റം പറച്ചില്, ഇതിനെ ഒഴിവാക്കുക, നമ്മുടെ തറവാട്, നമ്മുടെ കുടുംബം എന്നുള്ളതിനെ കളിയാക്കിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടും നമുക്ക് മറ്റുള്ള ആൾക്കാരെ മുന്നിൽ തരം താഴ്ത്തിക്കൊണ്ടൊക്കെ പറയുന്ന ആളുകൾ വിചാരിക്കുക നിങ്ങളുടെ കുലത്തെ തന്നെയാണ് ഇതിനെ കുറ്റം പറയുന്നതും നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും പാരവെക്കുന്നതും. അത് നിങ്ങളുടെ കുടുംബം തന്നെ നശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ കോമരക്കാരുടെ പ്രശ്നത്തിനെ കുറിച്ചിട്ടും ചൈതന്യം ഉണ്ടാവാത്തതിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. പിന്നെ മാസത്തിലോ ആഴ്ചയിലോ ഓരോ കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ നമ്മുടെ ക്ഷേത്ര തിരുനടയിൽ വന്ന് നാമജപം കൂടി നടത്തുക ജപം കൂടി നടത്തി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ എല്ലാ ദേവതകൾക്കും പരിപൂർണമായിട്ടുള്ള ചൈതന്യം ഉണ്ടാവും, ശക്തി വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ കുടുംബക്ഷേത്രത്തിലെ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതകളുമായിട്ട് പ്രാർത്ഥനയും ബന്ധവും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ യഥേഷ്ടം തന്നെ ആ പ്രത്യക്ഷമായ അനുഗ്രഹം കിട്ടുക നമ്മുടെ ധർമ്മ ദേവതകളിൽ നിന്നാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ വഴിപാട് നേർന്നിട്ട് ഭഗവാനെ എന്നതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം വരാൻ. പക്ഷേ ഇത് നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മളെ എല്ലാ രക്ഷാ കവചമായിട്ട് ഉണ്ടാവുക നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ധർമ്മദേവത എന്ന് പറയുന്ന ദേവതകളാണ്. ഈ ദേവതകളുടെ ആ സാന്നിധ്യം നമ്മളിലേക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് ആ ദേവതകളിൽ സമർപ്പിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ പൂജകളും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കലും അവരെ പ്രാർത്ഥിക്കുകയും അവരെ ജപിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളും ആ ദേവനും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ബന്ധമുണ്ടാവുക. ഇതില്ലാതെ നമ്മൾ ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ പൂജകളോ ഹോമങ്ങളോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള ഗുണങ്ങളും ഐശ്വര്യങ്ങളും അനുഭവങ്ങളും ഒന്നും വരാൻ പോണില്ല എന്നുള്ളത് അടിവരയിട്ടിട്ട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ മക്കളെ കൊണ്ടൊക്കെ ഒരു പുരോഗതിയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാതും അറം പറ്റിയും തറയാക്കിയിട്ടും മോശമാക്കിയിട്ടും പറയുന്ന ഒരു രീതിയും സമ്പ്രദായമൊക്കെ ഒരുപാട് പേരിൽ കണ്ടിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഓരോ കുടുംബ തറവാടുകളിലും ഒരു ക്ഷേത്രത്തിനോട് പിന്നിൽ പല എതിരായിട്ടും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ പല തരത്തിലുള്ള വിഭാഗക്കാരും തരത്തിലുള്ള വിഭജനമായിട്ട് നടക്കുന്നവരുണ്ട്. കാരണം എന്താ വെച്ചാൽ നടത്താൻ ഒരു ടീം, അത് പരിഹസിക്കാൻ ഒരു ടീം, ഒന്നിലും പെടാണ്ട് കുറെ ടീം, അതുപോലെയൊക്കെ ആയിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മേൽവിലാസത്തിൽ നടക്കുന്ന നിങ്ങളുടെ കുടുംബ പേരിൽ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നിങ്ങളുടെ ധർമ്മദേവതാ സങ്കേതം. അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിന് പരിഹരിച്ച് അതിനെ ആ ചൈതന്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൈകോർത്തുകൊണ്ട് പ്രയത്നിച്ചാൽ മാത്രമാണ് ആ കുടുംബം ഓരോ വ്യക്തികളുടെയും മക്കൾക്കും അവരുടെ പരമ്പരകൾക്കൊക്കെ എന്നും ഐശ്വര്യമുണ്ടാവുള്ളൂ എന്നുള്ളത് 30 വർഷത്തെ ഈ ക്ഷേത്രപരമായിട്ടുള്ള ജീവിതത്തിലെയും അനുഭവം കൊണ്ടും എടുത്തു പറയണം. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.